വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം 50 ദിവസം പിന്നിടുകയാണ്. നിരാഹാര സമരം 11 ദിവസം കഴിയുന്നു. ഒരു വട്ടം സർക്കാർ ചർച്ച നടത്തിയെങ്കിലും പിന്നീട് സമരം തീർക്കാനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അമൽ തേനാമ്പറമ്പിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് സമരം നടക്കുന്ന സെക്രട്ടറി മുന്നിൽ നിന്നുണ്ട്. അമൽ ഇന്ന് മുടി മുറിച്ചുകൊണ്ടാണ് ഒരു പ്രതിഷേധത്തിലേക്ക് ഇവർ എത്തുന്നത്. വളരെയധികം പരിതാപകരമായ സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ല കടുത്ത ചൂടും മഴയും ഒക്കെ സഹിച്ച് കഴിഞ്ഞ 50 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ നിൽക്കുന്നു. ആശമാരുടെ സമരത്തിൽ ഒരാശയും ഒരു പ്രത്യാശയും ലോകത്തിന് മുന്നിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് സർക്കാരുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇവരുടെ ആവശ്യങ്ങളോടൊന്നും വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടേയില്ല. ഇപ്പോൾ അവർ മുടി മുറിച്ചുകൊണ്ടുള്ളൊരു സമരത്തിലേക്ക് എത്തുന്നു. എന്തൊക്കെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മാർഷൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 50 ദിവസമാവുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ നിരാഹാര സമരം 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് മുന്നിൽ കാണുന്ന ഈ ആശാവർക്കർമാരെല്ലാം മുടി മുറിച്ചുള്ള പ്രതിഷേധത്തിന് വേണ്ടി ഇരിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബസംഗമങ്ങൾ നടന്നു, അതോടൊപ്പം തന്നെ റോഡ് ഉപരോധിച്ചുള്ള സമരങ്ങൾ നടന്നു. അങ്ങനെ പലതരത്തിലുള്ള സമരമാർഗങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ഇപ്പോൾ മുടി മുറിച്ചുള്ള ഒരു സമരത്തിലേക്ക് കൂടി ആശാവർക്കർമാർ കടക്കുന്നത്. നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തി. ഇന്നിപ്പോൾ മുടിമുറിച്ചുള്ള ഒരു സമരമാർഗത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇതിനൊരു പ്രശ്നപരിഹാരം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരു പ്രശ്നപരിഹാരം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്രയും ദിവസമായി? നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, കരിങ്കല്ലിന് കാറ്റ് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയുള്ള ഒരു ചോദ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഈ മുഖ്യമന്ത്രിയുടെ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ആ ഇരട്ടച്ചങ്കിനകത്തൊരു ഹൃദയമുണ്ടെങ്കിൽ, സ്ത്രീപക്ഷം സംസാരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അവരുടെയും കുടുംബത്തിൽ സ്ത്രീകളുണ്ടെന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങളെ മാനിക്കുമെന്ന് തന്നെയാണ് ഈ അവസാന നിമിഷവും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മറ്റ് ആശാവർക്കർമാർ കൂടിയുണ്ട്. മുടിമുറിച്ച് പ്രതിഷേധിക്കാൻ വന്നതാണ്. അതെ, ഇത് ഞങ്ങളുടെ പ്രതിഷേധം തന്നെയാണ്. ആരെങ്കിലും ഇഷ്ടപ്പെടുമോ മുടി മുറിക്കാൻ? ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ. ഇത് ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. ഞങ്ങള് എന്തുകൊണ്ട് ഇവർ ഞങ്ങളെ കാണുന്നില്ല? ഇത്രയും ദിവസമായില്ലേ, ഓരോരോ അസഭ്യം പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തുന്നതല്ലാതെ ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് വരുന്നില്ല, ഒരു കാര്യത്തിന് വരുന്നില്ല. ഇത് ഞങ്ങളുടെ ധീരമായ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന പ്രതിഷേധം തന്നെയാണ്. ഇവരെ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ആ ചർച്ച കഴിഞ്ഞപ്പോൾ ഒരുപാട് ദിവസം പിന്നിടുകയാണ്. അതിനുശേഷം പിന്നീട് ചർച്ചകളൊന്നും ഉണ്ടായില്ല. നിയമസഭയിൽ അന്ന് മന്ത്രി വിളിച്ച ചർച്ച മാത്രമാണ്. ആരോഗ്യമന്ത്രി അന്നൊരു ചർച്ചയ്ക്ക് വിളിച്ചു നിയമസഭയിൽ. അതിനുശേഷം പിന്നീട് ചർച്ചകളും മറ്റുമൊന്നും നടന്നിട്ടില്ലല്ലോ അല്ലേ? എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ നടക്കുന്നുണ്ടോ? ഒരു തരത്തിലുള്ള നടപടി പിന്നീടുണ്ട്. അതുകൊണ്ടാണ് സമരം മുന്നോട്ട് പോകേണ്ടി വരുന്നത്. ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ, അത് കണ്ടിരുന്നോ? കണ്ടില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ സമരത്തെ മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ആ പ്രസ്താവന ആവർത്തിക്കുകയാണ്. 50ാം ദിവസമായിട്ടും ഒരു വിധത്തിലുള്ള പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കും? അത് ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത് എവിടെ ചെന്ന് അവസാനിക്കും. ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് മൈൻഡ് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത് അങ്ങേറ്റം ധാർഷ്ട്യമാണെന്നേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന ആളുകൾ തൊഴിലാളികൾ നടത്തുന്ന സമരത്തെ മൈൻഡ് ചെയ്യേണ്ടെന്ന് പറയുന്നത്? അത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കും. ഇന്നിപ്പോൾ എത്ര പേര് മുടിമുറിച്ച് പ്രതിഷേധിക്കുന്നു? ഇതിപ്പോൾ 100 കണക്കിന് ആളുകൾ മുടിമുറിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ, എറണാകുളത്തും ഒക്കെ സമാനമായ പരിപാടികൾ നടക്കുക. സെക്രട്ടേറിയറ്റ് മുന്നിൽ മാത്രമല്ല, എല്ലാ ജില്ലയിലും ഉണ്ടല്ലേ? ജില്ലകളിലുണ്ട്, ചില PHSകളുണ്ട്, വീടുകളിലുണ്ട്. മാർഷൽ, ഇതാണ് ഈ അല്പസമയത്തിനകം തന്നെ മുടിമുറിച്ചുള്ള പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കും. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും ഇവരുടെ പ്രശ്നപരിഹാരത്തിനായുള്ള ഇടപെടലൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമൽ തേനാമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരവധി ആശാപ്രവർത്തകരാണ് മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ വേണ്ടി ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ 50 ദിവസമായി തുടരുന്ന സമരം ഇന്ന് മുടിമുറിക്കുന്നു. സംസ്ഥാന വ്യാപകമായി പല DH സെന്ററുകളിലും അതോടൊപ്പം വീടുകളിൽ പോലും ആശാപ്രവർത്തകർ മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധത്തിൽ പങ്കുചേരുകയാണ്. ആ സമയമെല്ലാം നേരത്തെ ഒരു പ്രവർത്തക പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയും സർക്കാരും കരിങ്കല്ലിന് കാറ്റുപിടിച്ച പോലെ ഇരിക്കുകയാണ്. അത്തരം കരിങ്കല്ലിന് കാറ്റുപിടിച്ച പോലെ ഇരിക്കാതെ ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഏറ്റവും നല്ലത്.